രണ്ടാം ഇടതു സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ചരിത്രപരമായി 2 തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സമൂഹത്തിൽ അരുകുവത്കരിക്കപ്പെടുന്ന അദൃശ്യരായി ജീവിക്കുന്ന മനുഷ്യരെ ആത്മാഭിമാനത്തോടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികളായിരുന്നു അവ രണ്ടും. അതിദാരിദ്ര്യ വിമുക്തമാക്കലും ഏകകിടപ്പാട സംരക്ഷണ നിയമവും. 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ചരിത്രപരമായി ആദ്യത്തെ നേട്ടം ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ കേരളം സ്വന്തമാക്കി. അത്യാവശ്യ കാര്യങ്ങൾക്കായി വായ്പയെടുത്ത് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങി ഏകകിടപ്പാടം ജപ്തി ചെയ്യപ്പെടുമ്പോൾ നിസ്സഹായതയോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന മനുഷ്യരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഏകകിടപ്പാട സംരക്ഷണ നിയമനിർമ്മാണം LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ബില്ല് ഗവർണർ ഒപ്പിട്ടതോടെ നിയമമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഏകകിടപ്പാട് സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കൂടിയാണ് കേരളം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകകിടപ്പാട് സംരക്ഷണ നിയമം കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിൽ LDF പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത്. വീടിനുള്ള അവകാശം പൗരന്റെ അടിസ്ഥാന അവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാർ മറ്റൊരു കിടപ്പാടവുമില്ലാത്ത പാവപ്പെട്ടവരെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് നിയമനിർമ്മാണത്തിലൂടെ സ്വീകരിച്ചത്. എന്നാൽ ജനോപകാരപ്രദമായ എന്തിനേയും എതിർക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷം ഇത്രയും പ്രാധാന്യമുള്ള നിയമനിർമ്മാണ പ്രക്രിയയിലും പങ്കെടുത്തില്ല. 1 ലക്ഷം കോടി രൂപ വായ്പയെടുത്തവരുടെ ബാധ്യത ബാങ്കുകൾ എഴുതിത്തള്ളി സഹായിക്കുമെങ്കിലും സാധാരണക്കാർക്ക് പെരുവഴിയായിരുന്നു ലഭിച്ചിരുന്നത്. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങി ഏകകിടപ്പാടം ജപ്തി ചെയ്യപ്പെടുമ്പോൾ നിസ്സഹായതയോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന കാഴ്ച ഏതൊരാളെയും വേദനിപ്പിക്കുന്നതായിരുന്നു. ഏകകിടപ്പാട് സംരക്ഷണ ബില്ല് സർഫാസി നിയമത്തിനുള്ള ഭേദഗതിയല്ല, മറിച്ച് ഈ നിയമത്തിന്റെ ഇരകളെ സംരക്ഷിക്കുന്നതിനുള്ള സംസ്ഥാന നിയമമാണിത്. ഇരയുടെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുത്ത് ഏകകിടപ്പാടം സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. നഗരത്തിൽ 5 സെന്റും ഗ്രാമത്തിൽ 10 സെന്റും മാത്രം സ്ഥലമുള്ള 5 ലക്ഷം രൂപ വരെ വായ്പയെടുക്കുകയും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങി 10 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി ജപ്തി നേരിടുന്ന കുടുംബത്തിന് ഈ നിയമപ്രകാരം രൂപീകരിക്കുന്ന ജില്ലാതല കമ്മിറ്റിക്ക് അപേക്ഷ നൽകാം. ജില്ലാതല ഉദ്യോഗസ്ഥരും മറ്റ് ലീഡ് ബാങ്ക് പ്രതിനിധിയും ഉൾക്കൊള്ളുന്ന കമ്മിറ്റിക്ക് അപേക്ഷ പരിശോധിക്കാം. കുടുംബത്തിന് മറ്റ് സ്വത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. മാതാവ്, പിതാവ്, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ് എന്നിവരാണ് കുടുംബത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. ബോധപൂർവം തിരിച്ചടവിൽ വീഴ്ച വരുത്തിയവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. തിരിച്ചടവിന് മറ്റ് സാധ്യതകളില്ലെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ അവ സംസ്ഥാനതല കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും. അവർ ശുപാർശ അംഗീകരിച്ചാൽ കുടിശ്ശിക ജില്ലാ കളക്ടർ ബാങ്കിന് കൈമാറി രേഖകൾ തിരിച്ചു വാങ്ങും. ഈ നിയമത്തിന്റെ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകളോട് ഉടമയ്ക്ക് രേഖകളും നൽകി കിടപ്പാടം തിരിച്ചു നൽകും. ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളുടെയും വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും വായ്പകൾ ഈ നിയമത്തിൽ ബാധകമാകും. സമാനമായ കേസുകളിൽ ജപ്തി നേരിടുന്ന ജാമ്യക്കാരനും ഇതേ ആനുകൂല്യം ലഭിക്കും. മരണമോ മാരക രോഗമോ വന്ന് തിരിച്ചടവ് മുടങ്ങി ഏകകിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന മനുഷ്യരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്.